പിരമിഡുകളുടെ നാട്ടിൽ ഒരു മനുഷ്യന്റെ വാക്ക് നിയമമായിരുന്നിടത്ത് ഒരു ജനത മുഴുവൻ ചെങ്ങലകളിൽ ജീവിച്ചു. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു നിലവിളി ഉയർന്നു. നിലവിളിയല്ല, പക്ഷേ ഒരു കരച്ചിൽ. അടിമത്തത്തിന്റെ ലോകത്തെ മാറ്റാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുഞ്ഞ്. ഫറവോൻ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തതിനെ ഭയമായിരുന്നു. ഇബ്രായർ എണ്ണത്തിൽ പെരുകി. അതവനെ ഭയപ്പെടുത്തി. അങ്ങനെ അവനൊരു കൽപ്പന പുറപ്പെടുവിച്ചു. ഓരോ ഇബ്രായ അമ്മയുടെയും ഹൃദയങ്ങളെ മരവിപ്പിക്കുന്ന ഒന്ന്. ജനിക്കുന്ന എല്ലാ ഇബ്രായ ആൺകുട്ടികളെയും നൈൽ നദിയിൽ എറിയണം. പെൺകുട്ടികൾ മാത്രമേ ജീവിക്കൂ. ശാന്തമായ ഒരു ഹീബ്രു ഗ്രാമത്തിൽ ഒരു വീട്ടിൽ പ്രതീക്ഷയുടെ ഒരു കിരണം പിറന്നു. യോഖേബദ് എന്ന അമ്മയും ഭർത്താവ് അമ്രാമും അപകടം നിറഞ്ഞ ആ കാലത്തിൽ അവരാ കുഞ്ഞിനെ ചേർത്തുപിടിച്ചു. അവന്റെ നിലവിളികൾ മൃദുവായിരുന്നു, പക്ഷെ ഭയം മൂലം അവരുടെ ഹൃദയമിടിപ്പുകൾ ഉച്ചത്തിലായിരുന്നു. അവർ അവനെ ഒളിപ്പിച്ചു. 3 മാസക്കാലം അവർ നിശബ്ദതയിൽ ജീവിച്ചു. എന്നാൽ ഹൃദയങ്ങൾ ഭയത്താൽ മിടിക്കുമ്പോൾ ഏറ്റവും മൃദുലമായ നിലവിളി പോലും ഉച്ചത്തിൽ പ്രതിധ്വനിക്കുന്നതായി തോന്നും. കുഞ്ഞിനെ ഇനിയും ഒളിപ്പിക്കാൻ പറ്റില്ലെന്നായപ്പോൾ അവനെ സംരക്ഷിക്കാൻ വേണ്ടി യോഖേബദ് മറ്റാരും അതുവരെ ചെയ്യാത്തത് ചെയ്തു. അവൾ തന്റെ കുഞ്ഞിനെ, തന്റെ അമൂല്യനിധിയെ നൈൽ നദീകരങ്ങളിൽ വച്ചു. ഒരമ്മയുടെ പ്രതീക്ഷ കൊണ്ട് മുദ്രയിട്ട ആ കുട്ട നൈൽ നദിയിലൂടെ ഒഴുകിപ്പോയി. നദിക്കിരയിൽ കുറച്ചു കലയായി ആ കുട്ടയെ പിന്തുടർന്നുകൊണ്ട് അവന്റെ സഹോദരി. കുഞ്ഞു സുരക്ഷിതമായ കരങ്ങളിൽ എത്തിച്ചേരണമെന്ന് അവർ പ്രാർത്ഥിച്ചു. അതേ നദിയിൽ ഫറവോന്റെ മകൾ തോഴിമാരുമൊത്ത് കുളിച്ചുകൊണ്ടിരുന്നു. വിധി തനിക്കായി ആ ദിവസം കരുതിവച്ചിരുന്നത് അറിയാതെ. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വെള്ളത്തിലൂടെ ഒഴുകിവന്ന ആ കുട്ടയിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നു. അവൾ ആ കുട്ട തുറന്നു. ഒരു ഇബ്രായ കുട്ടി. രാജകുമാരി ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി. അവൾക്കവനോട് ദയ തോന്നി. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞു. അവൻ മോശ എന്നു പേരിട്ടു. ഇതൊക്കെ ദൂരെ മാറി നിന്ന് കണ്ടുകൊണ്ടിരുന്ന ആ ധൈര്യശാലിയായ കൊച്ചു പെൺകുട്ടി മോശയുടെ ചേച്ചി രാജകുമാരിയുടെ അടുത്തേക്ക് പതിയെ ചെന്നു. അവൾ ചോദിച്ചു, ഈ പൈതലിന് മുല കൊടുക്കേണ്ടതിനും ഒരു എബ്രായ സ്ത്രീയെ ഞാൻ പോയി വിളിച്ചുകൊണ്ടുവരട്ടെ? ഫറവോന്റെ മകൾക്ക് ആ നിർദ്ദേശം ഇഷ്ടപ്പെട്ടു. അതെ, പോയി വിളിച്ചുകൊണ്ടുവരൂ, അവൾ മറുപടി പറഞ്ഞു. ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്ന അമ്മ യോഖേബദിന്റെ അടുത്തേക്ക് മിരിയാം തിരിക്കത്തിൽ മടങ്ങി. അമ്മേ, വേഗം വരൂ, കുഞ്ഞിന് പാലൂട്ടാൻ ഒരാളെ രാജകുമാരി നോക്കുന്നുണ്ട്. സഹായിക്കാൻ കഴിയുന്ന ഒരു എബ്രായ സ്ത്രീയെ എനിക്കറിയാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. വികാരങ്ങളുടെ സമ്മിശ്രണത്തോടെ യോഖേബ് തന്റെ മകളെ പിന്തുടർന്ന് രാജകുമാരിയുടെ അടുത്തേക്ക് പോയി. ഈ കുട്ടിയെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി വളർത്തൂ, ഞാൻ നിനക്ക് ശമ്പളം തരാം, രാജകുമാരി വാഗ്ദാനം ചെയ്തു. യോഖേബദ് തന്റെ സന്തോഷം മറച്ചുവെച്ച് ആ ജോലി ഏറ്റെടുത്തു. അവൾ കുഞ്ഞിനെ കൈകളിലെടുത്തു. ദൈവത്തിന്റെ ദിവ്യ പദ്ധതി അവിടെ വെളിപ്പെടുകയായിരുന്നു. മോശെയെന്നു പേരുള്ള ആ കുട്ടി സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിലും പരിചരണത്തിലും തനിക്ക് ദോഷം വരുത്താൻ സാധ്യതയുള്ള രാജകുമാരിയുടെ കൈകളാൽ സംരക്ഷിക്കപ്പെട്ടും വളർന്നു. അവൻ ഫറവോന്റെ നിഴലിലാണ് വളർന്നത്. പക്ഷേ അവൻ തന്റെ ജനത്തിന്റെ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചു. ഫറവോന്റെ ഭരണത്തിനെതിരെയുള്ള പ്രതിഷേധാഗ്നി അവന്റെ ഹൃദയത്തിൽ ജ്വലിച്ചു. ഒരു ദിവസം അവനൊരു രാഷ്ട്രത്തെ നയിക്കും. വളർന്നപ്പോൾ തന്നെ തന്റെ ജനമായ എബ്രായർ ഈജിപ്ഷ്യൻ യജമാനന്മാരുടെ കൈകളിൽ നിന്ന് നേരിടുന്ന അനീതികളെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി. ഒരു ദിവസം മോശ നഗരത്തിലൂടെ നടക്കുമ്പോൾ ഒരു ദുഃഖകരമായ കാഴ്ച കണ്ടു. ഒരു ഈജിപ്ഷ്യൻ മേൽവിചാരകൻ ഒരു എബ്രായ അടിമയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. നിർത്തൂ, എന്തിനാണ് നീ അവനെ ഇത്ര ക്രൂരമായി അടിക്കുന്നത്? ഒരു എബ്രായനായ നീ ആരാണ് എന്നെ ചോദ്യം ചെയ്യാൻ? നിന്റെ കാര്യം നീ നോക്ക്, അല്ലെങ്കിൽ നിനക്കും ഇവന്റെ വിധി സംഭവിക്കും. തന്റെ പ്രവൃത്തികളുടെ പ്രത്യാഘാതങ്ങൾ ഭയന്ന് മോശ മൃതദേഹം മണലിൽ പുതച്ചിട്ടു. ആരും ആ സംഭവം കണ്ടിട്ടില്ലെന്ന് അവൻ വിചാരിച്ചു. അടുത്ത ദിവസം അവൻ വീണ്ടും തന്റെ ജനത്തിനിടയിലൂടെ നടക്കുമ്പോൾ 2 എബ്രായന്മാർ വാഴ്ത്തപ്പെടുന്നത് അവൻ കണ്ടു. നിങ്ങൾ പരസ്പരം പോരടിക്കുന്നത് എന്തിനാണ്? നമ്മൾ സഹോദരന്മാരാണ്. നമ്മൾ പരസ്പരം ഉപദ്രവിക്കരുത്. ആരാണ് നിന്നെ ഞങ്ങളുടെ മേലധികാരിയും ന്യായാധിപനുമാക്കിയത്?
ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാൻ ഭാവിക്കുകയാണോ? താൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചുള്ള വാർത്ത തന്റെ ജനത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് മോശ മനസ്സിലാക്കി. സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ അയാൾ ഫറവോന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്യണമെന്ന് മനസ്സിലാക്കി. അങ്ങനെ മോശ തന്റെ ആഡംബര ജീവിതം ഉപേക്ഷിച്ച് മിദ്യാൻ ദേശത്തെ യാത്രയായി. മിദ്യാനിലെ പുരോഹിതനായ റൂവേലിന് 7 പെൺമക്കളുണ്ടായിരുന്നു. അവർ വെള്ളം കോരാൻ വന്നു. അപ്പന്റെ ആറ്റിൻകൂട്ടത്തിന് വെള്ളം കൊടുക്കാൻ തൊട്ടികൾ നിറച്ചു. കുറച്ചു ആട്ടിടയന്മാർ അവിടേക്ക് വന്ന് അവരെ ഓടിച്ചു. എന്നാൽ മോശെ ആ സമയത്ത് അതുവഴിയെത്തി. അവൻ അവരെ സഹായിക്കുകയും ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. ഞങ്ങളെയും ഞങ്ങളുടെ ആട്ടിൻകൂട്ടത്തെയും രക്ഷിച്ചതിന് നന്ദി. ചെയ്ത ഉപകാരത്തിന് പകരം ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കൂ. ഞങ്ങൾ ഇവിടെ അടുത്താണ് താമസിക്കുന്നേ. വന്നു ഞങ്ങളുടെ അച്ഛനെ ഒന്ന് കാണൂ. അദ്ദേഹത്തിന് താങ്കളെ സഹായിക്കാൻ പറ്റുമായിരിക്കും. നിങ്ങൾ നല്ലവനാണ്. എന്റെ പെൺമക്കളോട് ദയ കാണിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തതിന് നന്ദി. നിങ്ങൾക്കിവിടെ ഞങ്ങളോടൊപ്പം കൂടാം. എന്റെ പേര് സിപ്പോറെ എന്നാണ്. ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. മിദ്യാനിൽ മോശ അഭയം കണ്ടെത്തി സ്ഥിരതാമസമാക്കി. അവൻ ഇത്രോ എന്നറിയപ്പെടുന്ന രൂവേലിന്റെ മകൾ സിപ്പോറയെ വിവാഹം കഴിച്ച് തന്റെ അമ്മായപ്പന്റെ ആട്ടിൻകൂട്ടങ്ങളെ പരിപാലിച്ച് ജീവിച്ചു പോന്നു. വർഷങ്ങളോളം ഈജിപ്തിൽ നിന്നും വളരെ അകലെ ഒരാട്ടിടയനായി അദ്ദേഹം ജീവിച്ചു. ഒരു ദിവസം തന്റെ ആട്ടിൻകൂട്ടത്തെ മരുഭൂമിയിലൂടെ മേയിച്ച് അദ്ദേഹം ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബിലെത്തി. അവിടെ വെച്ച് മോശ വിചിത്രമായൊരു കാഴ്ച കണ്ടു. എരിയാതെ കത്തിക്കൊണ്ടു നിൽക്കുന്ന ഒരു മുൾപടർപ്പ്. അത്ഭുതരഹിതനായ മോശ ആ മുൾപടർപ്പിനടുത്തേക്ക് നടന്നു. മുൾപടർപ്പ് എരിഞ്ഞു പോകാതെയിരിക്കുന്നത് അത്ഭുതം തന്നെ. ഞാനതൊന്ന് പോയി നോക്കട്ടെ. മോശേ, മോശേ, അടിയനിതാ. ഇങ്ങോട്ടടുത്തു വരരുത്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിൽ നിന്ന് ചെരിപ്പൂരിക്കളയുക. ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു. അബ്രാഹമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം തന്നെ. ഈജിപ്തിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ നന്നായി അറിയുന്നു. മേൽനോട്ടക്കാരുടെ ക്രൂരത നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേൾക്കുന്നു. അവരുടെ ദുരിതം ഞാൻ മനസ്സിലാക്കുന്നു. അവരെ മിസ്രയീമരുടെ കയ്യിൽ നിന്ന് വിടുവിക്കാനും ആ ദേശത്തുനിന്ന് പാലും തേനുമൊഴുകുന്ന നല്ലതും വിശാലവുമായൊരു ദേശത്തേക്ക് അവരെ കൊണ്ടുപോകാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. വരിക, എന്റെ ജനമായ ഇസ്രായേലരെ ഈജിപ്തിൽ നിന്നും മോചിപ്പിക്കാൻ. ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക്. ഞാൻ നിന്റെ കൂടെയുണ്ടായിരിക്കും. ഫറവോന്റെ അടുക്കൽ പോയി ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരാൻ ഞാൻ ആരാണ്? ജനത്തെ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഈ പർവ്വതത്തിൽ നിങ്ങൾ എന്നെ ആരാധിക്കും. ഞാൻ നിന്നെ അയച്ചു എന്നതിന് ഇതടയാളമായിരിക്കും. ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് അവരോട് പറയുമ്പോൾ അവന്റെ നാമം എന്താണ് എന്നവരെന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയും? ഞാൻ തന്നെ. ഇസ്രായേൽ മക്കളെയാട് നീ പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ സർവേശ്വരൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ ജനത്തോട് പറയണം. ഇതാണെന്റെ ശാശ്വത നാമം. തലമുറ തലമുറയായി ഞാൻ ഈ പേരിൽ അറിയപ്പെടും. ഈ സംഭവം മോശയുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. തന്റെ ജനമായ ഇസ്രായേലിയരെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കാൻ ദൈവം തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ നിമിഷം മുതൽ മോശ ദൈവകൽപ്പന മാനിച്ച് ചരിത്രത്തിന്റെ ഗതിയെ രൂപപ്പെടുത്തുന്ന ഒരു യാത്ര ആരംഭിച്ചു. ദൈവത്തെ കണ്ടുമുട്ടിയതിനു ശേഷം മോശ ഭയപ്പെട്ടു. ദൈവം തന്റെ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് നയിക്കാൻ അവനെ വിളിച്ചിരുന്നു. പക്ഷേ മോശ മടിച്ചു നിന്നു. അവരെന്നെ വിശ്വസിക്കുകയില്ല, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുകയുമില്ല, സർവേശ്വരൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടില്ല എന്നവർ പറയും. ദൈവം മോശയുടെ ചോദ്യത്തോട് ക്ഷമയോടെ പ്രതികരിച്ചു. അതെന്താ നിന്റെ കയ്യിലിരിക്കുന്നത്? ഒരു വടി. നീ അത് നിലത്തിടുക. മോശ വടി താഴെയിട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു. മോശ അതിനെ കണ്ട് ഓടിയൻ. എന്നാൽ ദൈവം മോശയോട് അരുളി ചെയ്തു, നീ കൈ നീട്ടി അതിന്റെ വാലിൽ പിടിക്കുക. അദ്ദേഹം അതിനെ പിടിച്ചപ്പോൾ അത് വീണ്ടും വടിയായി തീർന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവേശ്വരൻ
അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം തന്നെ നിനക്ക് പ്രത്യക്ഷനായി എന്ന് അവർ ഇതുനിമിത്തം വിശ്വസിക്കും. ഇനി നിന്റെ കൈ നിന്റെ മാറിടത്തിൽ വയ്ക്കുക. മൂശ കൈ മാറിടത്തിൽ വച്ച് തിരിച്ചെടുത്തപ്പോൾ അത് കുഷ്ഠം ബാധിച്ചു മഞ്ഞുപോലെ വെള്ളനിറമായി. ദൈവം വീണ്ടും മോശയോടെ കൈ വീണ്ടും മാറിടത്തിൽ വയ്ക്കുക എന്ന് പറഞ്ഞു. കൈ മാറിടത്തിൽ വച്ചിട്ട് തിരിച്ചെടുത്തപ്പോൾ അത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ പോലെ ആയിത്തീർന്നു. അവർ നിന്നെ വിശ്വസിക്കാതെ ആദ്യ അടയാളം നിരാകരിച്ചാൽ രണ്ടാമത്തെ അടയാളം വിശ്വസിക്കും. അവർ ഈ രണ്ടടയാളങ്ങളും അവിശ്വസിച്ചു. നിന്റെ വാക്ക് ശ്രദ്ധിക്കാതെ ഇരുന്നാൽ നൈൽ നദിയിൽ നിന്ന് കുറേ വെള്ളമെടുത്ത് ഉണങ്ങിയ നിലത്തൊഴിക്കണം. അതവിടെ രക്തമായിത്തീരും. എന്നിട്ടും മോശ വാദിച്ചു, സർവേശ്വരാ, ഞാൻ വാക്സാമർഥ്യമില്ലാത്തവൻ. അവിടെ നീ ദാസനോട് സംസാരിക്കുന്നതിനു മുമ്പും ഇപ്പോഴും അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ എനിക്ക് തടസ്സവുമുണ്ട്. മനുഷ്യനു വായി നൽകിയതാര്? ഒരുവനെ മൂഖനോ ബധിരനോ കാഴ്ചയുള്ളവനോ കാഴ്ചയില്ലാത്തവനോ ആക്കുന്നതാര്? സർവേശ്വരനായ ഞാനല്ലേ? അതുകൊണ്ട് ഉടനെ പുറപ്പെടുക. ഞാനാകുന്നവൻ തന്നെ നിന്റെ നാവിനോടൊപ്പമുണ്ടായിരിക്കും. സംസാരിക്കേണ്ടത് ഞാൻ നിനക്ക് പറഞ്ഞുതരും. എന്റെ സർവേശ്വരാ, മറ്റാരെയെങ്കിലും അയക്കണമേ. ലേവ്യനായ അഹറോൻ നിന്റെ സഹോദരനല്ലേ? അവൻ നല്ല വാക്ചാതുര്യമുള്ളവനാണല്ലോ. നിന്നെ കാണാൻ അവൻ വരുന്നുണ്ട്. നിന്നെ കാണുമ്പോൾ അവൻ സന്തോഷിക്കും. പറയേണ്ട കാര്യങ്ങൾ നീ അവനു പറഞ്ഞുകൊടുക്കണം. ഞാൻ നിങ്ങൾ ഇരുവരുടെയും നാവിനെ ശക്തിപ്പെടുത്തും. നിങ്ങൾ എന്താണു ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. നിനക്കുവേണ്ടി അവൻ ജനത്തോട് സംസാരിക്കും. അവൻ നിനക്ക് നാവായിരിക്കും. നീ അവനു ദൈവത്തെപ്പോലെയായിരിക്കും. അടയാളങ്ങൾക്കുള്ള വടി കയ്യിലെടുത്തുകൊള്ളുക. മോശ ഭാര്യപിതാവായ യിത്രോവിന്റെ അടുക്കലെത്തി. എന്റെ ചാർച്ചക്കാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ എന്നറിയാൻ ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകാൻ എന്നെ അനുവദിച്ചാലും സമാധാനത്തോടെ പോകും. സർവേ മോശയോട് മിദ്യാനിൽ വെച്ച് അരുളി ചെയ്തു, ഈജിപ്തിലേക്ക് മടങ്ങിപ്പോവുക. നിന്നെ കൊല്ലാൻ ശ്രമിച്ചവരെല്ലാം മരിച്ചുപോയിരിക്കുന്നു. മോശ ഭാര്യയെയും പുത്രന്മാരെയും കഴുതപ്പുറത്തു കയറ്റി ഈജിപ്തിലേക്ക് യാത്രയായി. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ ഉപയോഗിക്കേണ്ട വടിയും മോശ കയ്യിലെടുത്തു. നീ ഈജിപ്തിൽ മടങ്ങിച്ചെന്ന് ഞാൻ നിനക്ക് വശമാക്കി തന്നിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളും ഫറവോയുടെ മുൻപിൽ ചെയ്യണം. എന്നാൽ ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും. അവൻ ജനത്തെ വിട്ടേക്കുകയില്ല. നീ ഫറവോയോട് പറയണം, സർവേശ്വരൻ അരുൾ ചെയ്യുന്നു, ഇസ്രായേൽ എന്റെ ആദിജാതനാണ്. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, എന്നെ ആരാധിക്കാൻ എന്റെ പുത്രനെ വിട്ടേക്കുക. നീ അതിന് വിസമ്മതിച്ചാൽ ഞാൻ നിന്റെ ആദിജാതനെ വധിക്കും. ഈജിപ്തിലേക്കുള്ള യാത്രാമധ്യേ ഒരു താവളത്തിൽ വെച്ച് സർവേശ്വരൻ മോശയെ കൊല്ലാനൊരുങ്ങി. അപ്പോൾ സിപ്പോറ മൂർച്ചയുള്ള കല്ലിൻ ചീലുകൊണ്ട് മകന്റെ അഗ്രചർമ്മം ഛേദിച്ചെടുത്ത് അതുകൊണ്ട് മോശയുടെ കാലിൽ സ്പർശിച്ചിട്ട് പറഞ്ഞു, നീ എനിക്ക് രക്തമണവാളനായിരിക്കുന്നു. പരിച നിമിത്തം നീ എനിക്ക് രക്തമണവാളനാകുന്നു. അപ്പോൾ അവിടുന്ന് മോശയെ കൊല്ലാതെ വിട്ടു. സർവേശ്വരൻ അഹരോനോട് അരുളി ചെയ്തു, നീ മരുഭൂമിയിൽ ചെന്ന് മോശയെ കാണും. അഹരോൻ ദൈവത്തിന്റെ പർവ്വതത്തിൽ ചെന്ന് മോശയെ കണ്ട് അദ്ദേഹത്തെ ചുംബിച്ചു. ഈജിപ്തിലേക്ക് കഴുക്കുമ്പോൾ ദൈവം തന്നോട് അരുളി ചെയ്ത വാക്കുകളും വശമാക്കിക്കൊടുത്ത അത്ഭുതങ്ങളുമെല്ലാം മോശ അഹരോനു വിവരിച്ചു കൊടുത്തു. പിന്നീട് മോശയും അഹരോനും ചെന്ന് ഇസ്രായേൽ പ്രമാണികളെയെല്ലാം വിളിച്ചുകൂട്ടി ദൈവം മോശയോട് അരുളി ചെയ്ത വാക്കുകൾ അഹരോൻ അവരെ അറിയിക്കുകയും അവരുടെ മുമ്പിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. ജനങ്ങൾ വിശ്വസിച്ചു. സർവേശ്വരൻ തങ്ങളെ കടാക്ഷിച്ചുവെന്നും തങ്ങളുടെ ദുരിതങ്ങൾ കണ്ടറിഞ്ഞുവെന്നും കേട്ട് ഇസ്രായേൽ ജനം കുമ്പിട്ട് അവിടത്തെ ആരാധിച്ചു. ഈജിപ്തിലെത്തിയതിനുശേഷം മോശയും അഹരോനും ധൈര്യത്തോടെ ഫറവോന്റെ അടുക്കൽ പോയി ദൈവത്തിന്റെ കൽപ്പന അറിയിച്ചു. മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടേക്കേണം എന്നിപ്രകാരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. ഇസ്രായേലിനെ വിട്ടേപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആര്? ഞാൻ യഹോവയെ അറിയുകയില്ല. ഞാൻ ഇസ്രായേലിനെ വിട്ടേക്കുകയുമില്ല. എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി. അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ 3 ദിവസം മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തുപോയി ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ. അവരുടെ വാക്ക് കേട്ട് ഫറവോന് ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, മോശേ, അഹരോനെ, നിങ്ങൾ എനിക്ക് വേണ്ടി പണിയെടുക്കുന്ന ജനങ്ങളുടെ പണിമുടക്കുന്നതെന്തിന്? അയാൾ പറഞ്ഞു,
ഇഷ്ടികയുണ്ടാക്കുവാൻ ജനത്തിന് നേരത്തെ പോലെ ഇനി വൈക്കോൽ കൊടുക്കരുത്. അവർ തന്നെ പോയി വൈക്കോൽ ശേഖരിക്കട്ടെ. എങ്കിലും ഇഷ്ടികയുടെ കണക്ക് മുമ്പിലത്തെ പോലെ തന്നെ അവരുടെ മേൽ ചുമത്തേണം. ഒട്ടും കുറയ്ക്കരുത്. അവർ മടിയന്മാർ. അതുകൊണ്ടാകുന്നു ഞങ്ങൾ പോയി ഞങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കട്ടെ എന്ന് നിലവിളിക്കുന്നത്. അവരുടെ വേല അതിഭാരമായിരിക്കട്ടെ. അവർ കഷ്ടപ്പെടട്ടെ. അവരിനി വ്യാജവാക്കുകൾ കേൾക്കരുത്. ഫറവോന്റെ ജോലിക്കാർ ആ കൽപ്പനാഘോഷം ദേശത്ത് നിങ്ങൾക്ക് വൈക്കോൽ തരുകയില്ല. നിങ്ങൾ തന്നെ പോയി കിട്ടുന്നിടത്തുനിന്ന് വൈക്കോൽ ശേഖരിക്കുക. എങ്കിലും നിങ്ങളുടെ വേലയിൽ ഒട്ടും കുറയുകയില്ല. അവർ പറഞ്ഞു. അങ്ങനെ ജനം വൈക്കോലിനു പകരം താഴ് ശേഖരിപ്പാൻ മിസ്രയീം ദേശത്തെല്ലായിടവും ചിതറി നടന്നു. ഫറവോന്റെ ആൾക്കാർ അവരെ കഷ്ടപ്പെടുത്തിച്ചു. വൈക്കോൽ കിട്ടി വന്നപ്പോൾ ഉണ്ടതിന് ശരിയായി നിങ്ങളുടെ നിത്യവേല ദിവസവും തികയ്ക്കണം എന്നു പറഞ്ഞു ഫറവോന്റെ ഊഴിയ വിചാരകന്മാർ ഇസ്രായേൽ മക്കളുടെ മേൽ ആക്കിയിരുന്ന പ്രമാണികളെ അടിച്ചു. നിങ്ങൾ ഇന്നലെ നിലയും ഇന്നും മുമ്പിലത്തെ പോലെ ഇഷ്ടക തികയ്ക്കാഞ്ഞതെന്ത് എന്നു ചോദിച്ചു. അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ ചെന്നു ഫറവോനോട് നിലവിളിച്ചു. അടിയങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നതെന്ത്? അടിയങ്ങൾക്ക് വൈക്കോൽ തരാതെ ഇഷ്ടകമുണ്ടാക്കുവിൻ എന്നവർ പറയുന്നു. അടിയങ്ങളെ തല്ലുന്നു. അത് നിന്റെ ജനത്തിന് പാപമാകുന്നു എന്നു പറഞ്ഞു. മടിയന്മാരാകുന്നു നിങ്ങൾ, മടിയന്മാർ. അതുകൊണ്ട് ഞങ്ങൾ പോയി യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന്. നിങ്ങൾ പറയുന്നു, പോയി വേല ചെയ്യുവിൻ. വക്കോൽ തരികയില്ല. ഇഷ്ടിക കണക്കുപോലെ ഏൽപ്പിക്കണം താനും. ദിവസം തോറുമുള്ള ഇഷ്ടിക കണക്കിലൊന്നും കുറയ്ക്കരുത് എന്ന് ഫറവോൻ കൽപ്പിച്ചപ്പോൾ തങ്ങൾ വിഷമത്തിലായി എന്ന് ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ കണ്ടു. അവർ ഫറവോനെ വിട്ടു പുറപ്പെടുമ്പോൾ മോശയും അഹറോനും വഴിയിൽ നിൽക്കുന്നത് കണ്ടു. അവരോട്, നിങ്ങൾ ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ ഞങ്ങളെ നാറ്റി ഞങ്ങളെ കൊല്ലുവാൻ അവരുടെ കയ്യിൽ വാൾ കൊടുത്തതുകൊണ്ട് യഹോവ നിങ്ങളെ നോക്കി ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. കർത്താവേ, നീ ഈ ജനത്തിന് ദോഷം വരുത്തിയതെന്ത്? നീ എന്നെ അയച്ചതെന്തിന്? ഞാൻ നിന്റെ നാമത്തിൽ സംസാരിപ്പാൻ ഫറവോന്റെ അടുക്കൽ ചെന്നതുമുതൽ അവൻ ഈ ജനത്തോട് ദോഷം ചെയ്തിരിക്കുന്നു. നിന്റെ ജനത്തെ നീ വിടുവിച്ചതുമില്ല. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി പൂർത്തിയായിരുന്നില്ല. അവൻ തന്റെ ശക്തമായ കൈ വെളിപ്പെടുത്താൻ ഒരുങ്ങുകയായിരുന്നു. ഞാൻ ഫറവോയോട് ചെയ്യാൻ പോകുന്നത് നീ ഇപ്പോൾ കാണും. എന്റെ ശക്തിയുള്ള കരം നിമിത്തം അവൻ ജനത്തെ വിട്ടേക്കും. എന്റെ കരുത്തുറ്റ കരം നിമിത്തം അവൻ അവരെ ഈ ദേശത്തുനിന്ന് പറഞ്ഞേക്കേണ്ടി വരും. ഞാൻ സർവീശ്വരനാകുന്നു. ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും സർവശക്തനായ ദൈവമായി പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ഈ സർവേശ്വരൻ എന്ന നാമത്തിൽ അവർക്ക് വെളിപ്പെട്ടിരുന്നില്ല. അവർ പരദേശികളായി പാർത്തിരുന്ന കനാൻ ദേശം അവർക്ക് നൽകുമെന്ന് ഉടമ്പടി ചെയ്തിരുന്നു. ഈജിപ്തിൽ അടിമകളായി കഴിയുന്ന ഇസ്രായേൽ ജനങ്ങളുടെ ദീനരോധനം ഞാൻ കേട്ടു. എന്റെ ഉടമ്പടി ഞാൻ ഓർക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ സർവേശ്വരനാകുന്നു. അടിമത്വത്തിൽ നിന്നു ഞാൻ നിങ്ങളെ മോചിപ്പിക്കും. ഞാൻ അവരെ കഠിനമായി ശിക്ഷിക്കും. എന്റെ കരം നീട്ടി നിങ്ങളെ ഞാൻ രക്ഷിക്കും. നിങ്ങളെ ഞാൻ എന്റെ സ്വന്ത ജനമായി സ്വീകരിക്കും. ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. ഈജിപ്തിലെ കഠിനാധ്വാനങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിച്ച നിങ്ങളുടെ ദൈവമായ സർവേശ്വരൻ ഞാനാകുന്നു എന്നു നിങ്ങൾ അറിയും. അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്തിരുന്ന സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ നയിക്കും. അതും ഞാൻ നിങ്ങൾക്ക് അവകാശമായി നൽകും. ഞാൻ സർവീശ്വരനാകുന്നു. മോശെ ദൈവത്തിന്റെ ഈ മഹത്തായ വാഗ്ദാനങ്ങൾ ഇസ്രായേലരുമായി പങ്കുവച്ചു. പക്ഷേ മനോവിസനവും ഫറവോന്റെ കീഴിലുള്ള ക്രൂരമായ അടിമത്വവും നിമിത്തം അവർ മോശയുടെ വാക്ക് കേൾക്കാൻ കൂട്ടാക്കിയില്ല. എന്നാൽ കർത്താവ് തന്റെ കൽപ്പന വീണ്ടും ആവർത്തിച്ചു. സർവേശ്വരൻ മോശയോടും അഹരോനോടും വീണ്ടും പറഞ്ഞു, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും മോചിപ്പിക്കാൻ ഞാൻ നിങ്ങളെ നിയമിച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ ജനങ്ങളോടും ഈജിപ്തിലെ രാജാവായ ഫറവോയോടും പറയുക. മോശയും അഹരോനും യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. ഫറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ മോശയ്ക്ക് 80 വയസ്സും അഹരോന് 83 വയസ്സുമായിരുന്നു. ഒരടയാളം കാണിക്കുക എന്ന് ഫറവോ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ കയ്യിലുള്ള വടി ഫറവോയുടെ മുമ്പിലിടാൻ അഹറോനോട് പറയണം. അത് സർപ്പമായി തീരും. മോശയും അഹറോനും ഫറവോയുടെ സന്നിധിയിലെത്തി. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ചെയ്തു. ഫറവോയുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും മുമ്പിൽ അഹറോൻ വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു. അപ്പോൾ ഫറവോ ഈജിപ്തിലെ വിദ്വാൻമാരെയും മന്ത്രവാദികളെയും വരുത്തി. അവരും ജാലവിദ്യയാൽ അതുപോലെ പ്രവർത്തിച്ചു. അവരും തങ്ങളുടെ വടി നിലത്തിട്ടു. അവയും സർപ്പമായി മാറി.
എന്നാൽ അഹറോന്റെ വടി മറ്റു വടികളെയെല്ലാം വിഴുങ്ങിക്കളഞ്ഞു. സർവേശ്വരൻ അരുളി ചെയ്തതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി. അയാൾ അവരെ ശ്രദ്ധിച്ചുമില്ല. പിന്നീട് സർവേശ്വരൻ മോശയോട് പറഞ്ഞു, ജനത്തെ വിട്ടയക്കാൻ സമ്മതിക്കാതെ ഫറവോ കഠിനഹൃദയനായിരിക്കുകയാണ്. ഫറവോ രാവിലെ നദിയിലേക്ക് പോകുമ്പോൾ അവന്റെ അടുക്കൽ ചെല്ലണം. നീ നദീതീരത്തു തന്നെ കാത്തുനിൽക്കണം. സർപ്പമായി തീർന്ന വഴിയും എടുത്തുകൊള്ളാം. തന്റെ ജനത്തെ വിട്ടേക്കണമെന്നു സർവേശ്വരൻ പറഞ്ഞതു ചെവികൊള്ളാക്കിയാൽ ഞാൻ എന്റെ കൈയിലുള്ള വടികൊണ്ട് നൈൽ നദിയിലെ ജലത്തിന്മേലടിക്കും. അതു രക്തമായി മാറും. അതുവഴി അവിടുന്നു സർവേശ്വരനാകുന്നു എന്ന് നിങ്ങൾ അറിയും. സർവേശ്വരൻ കൽപ്പിച്ചതുപോലെ മോശയും അഹറോനും പ്രവർത്തിച്ചു. അഹറോൻ ഫറവോയുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും മുമ്പിൽ വെച്ച് തന്നെ വടിയുയർത്തി നൈൽ നദിയിലെ ജലത്തിന്മേലടിച്ചു. അതിലെ വെള്ളം മുഴുവൻ രക്തമായി മാറി. നദിയിലെ മത്സ്യങ്ങൾ ചത്തു. അതിലെ വെള്ളം ഈജിപ്തുകാർക്ക് കുടിക്കാനാവാത്ത വിധം മലീമസമായി. ഈജിപ്തിലെല്ലായിടത്തും മരപ്പാത്രങ്ങളിലും കൽപ്പാത്രങ്ങളിലും കോരിവച്ചിരിക്കുന്ന വെള്ളം പോലും രക്തമായി മാറി. ഈജിപ്തിലെ മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക ശക്തി കൊണ്ട് വെള്ളം രക്തമാക്കി. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഫറവോ തന്റെ നിലപാടിൽ ഉറച്ചുനിന്നു. ഫറവോ തന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി സംഭവിച്ചതൊന്നും കൂട്ടാക്കിയില്ല. നദീജലം പാനയോഗ്യമല്ലാതിരുന്നതിനാൽ ഈജിപ്തുകാർ ദാഹജലത്തിനു വേണ്ടി നൈൽ നദിക്കു ചുറ്റും കുഴികൾ കുഴിച്ചു. സർവേശ്വരൻ ജലത്തിലടിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞു. നൈൽ നദിയിൽ 7 ദിവസം രക്തമൊഴുകിപ്പോയതിനുശേഷം ദൈവം മോശയെ മറ്റൊരു മുന്നറിയിപ്പുമായി ഫറവോന്റെ അടുക്കലേക്ക് തിരിച്ചയച്ചു. നൈൽ നദിയിൽ തവളകൾ പെരുകും. അവിടെ നിന്നവ നിന്റെ ഭവനത്തിലും കിടക്കറയിലും കിടക്കയിലും നിന്റെ ഉദ്യോഗസ്ഥന്മാരുടെയും ജനങ്ങളുടെയും വീടുകളിലും നിങ്ങളുടെ അടുപ്പുകളിലും മാവ് കുഴയ്ക്കുന്ന പാത്രങ്ങളിലും ഇരച്ചു കയറും. നിന്റെയും നിന്റെ ജനങ്ങളുടെയും നിന്റെ സകല ജോലിക്കാരുടെയും മേൽ അവ ചാടിക്കേറും. ആളുകൾ തവളകളെക്കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ ഫറവോൻ മോശയും അഹരോനെയും വിളിപ്പിച്ചു. എന്നാൽ ഫറവോന്റെ മന്ത്രവാദികളും തവളകളെ വരുത്തി. എന്റെ അടുത്തുനിന്നും ജനങ്ങളിൽ നിന്നും തവളകൾ നീങ്ങിപ്പോകാൻ സർവേശ്വരനോട് അപേക്ഷിക്കുക. സർവേശ്വരന് യാഗമർപ്പിക്കാൻ ഞാൻ ജനങ്ങളെ വിട്ടേക്കാം. ഫറവോൻ പറഞ്ഞത് വിശ്വസിച്ചു. മോശ ദൈവത്തോട് തവളകളെ നീക്കിക്കൊടുക്കാൻ പ്രാർത്ഥിച്ചു. ഭവനങ്ങളിലും പരിസരങ്ങളിലും നിലങ്ങളിലുമുണ്ടായിരുന്ന തവളകളെല്ലാം ചത്തൊടുങ്ങി. ജനങ്ങൾ അവയെ കൂമ്പാരമായി കൂട്ടി ദേശത്തെങ്ങും ദുർഗന്ധം പരന്നു. ബാധ നീങ്ങിയെന്ന് ബോധ്യമായപ്പോൾ സർവേശ്വരൻ അരുളി ചെയ്തതുപോലെ ഫറവോ തന്റെ ഹൃദയം വീണ്ടും കഠിനമാക്കി. അവർ പറഞ്ഞത് കേട്ടില്ല. ദൈവം മോശയെ കത്തുന്ന മുൾപ്പടർപ്പിൽ വിളിച്ച നിമിഷം മുതൽ ഈജിപ്തിനെ പിടിച്ചുകുലുക്കിയ അടയാളങ്ങളും അത്ഭുതങ്ങളും വരെ അവന്റെ ശക്തി വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. നദികൾ രക്തമായി മാറിയതിനു ശേഷവും തവളകൾ ദേശം നിറഞ്ഞതിനു ശേഷവും ഫറവോന്റെ ഹൃദയം കഠിനമായി തുടർന്നു. അവൻ ആശ്വാസത്തിനായി അപേക്ഷിച്ചു. പക്ഷേ പെട്ടെന്ന് തന്റെ വാക്കിൽ നിന്ന് പിന്മാറി. ദൈവഹിതവും ഫറവോന്റെ അഹങ്കാരവും തമ്മിലുള്ള പോരാട്ടം ആരംഭിച്ചിട്ടേയുള്ളൂ. ഫറവോനെ നേരിടാൻ കർത്താവ് ഒരിക്കൽ കൂടി മോശയെ അയച്ചു. കരുണയുടെ നാളുകൾ അവസാനിക്കുകയായിരുന്നു. ഈജിപ്ത് ഇപ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ ശക്തിക്ക് സാക്ഷ്യം വഹിക്കും. ഫറവോന്റെ ഹൃദയം കഠിനമാണ്. അവൻ ജനങ്ങളെ വിട്ടേക്കാൻ വിസമ്മതിക്കുന്നു. രാവിലെ അവൻ നദിയിലേക്ക് പോകുമ്പോൾ അവന്റെ അടുക്കൽ ചെന്ന് അവനെ കാണാൻ നദീതീരത്ത് നിൽക്കുക. അവനോട് പറയുക, എബ്രായരുടെ ദൈവമായ യഹോവ എന്നെ നിന്റെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. മരുഭൂമിയിൽ എന്നെ സേവിക്കാൻ എന്റെ ജനത്തെ വിട്ടേക്കുക എന്നു പറഞ്ഞു. പക്ഷേ ഇതുവരെ നീ കേട്ടില്ല. ഞാൻ കർത്താവാണെന്ന് നീ ഇതിനാൽ അറിയും. ഇതാ, എന്റെ കൈയിലുള്ള വടികൊണ്ട് ഞാൻ നദിയിലെ വെള്ളത്തിലടിക്കും. അത് രക്തമായി തീർന്നു. ദൈവം കൽപ്പിച്ചതുപോലെ അഹറോൻ തന്റെ വടി ഉയർത്തി നൈൽ നദിയിലെ വെള്ളത്തിലടിച്ചു. പെട്ടെന്ന് വെള്ളം രക്തമായി മാറി. മീനുകൾ ചത്തുപോകും. നദിയിൽ നിന്ന് ദുർഗന്ധമമിച്ചു. ആളുകൾക്ക് കുടിവെള്ളം കിട്ടാതായി. ഭരണികളിലും കലങ്ങളിലും മരപ്പാത്രങ്ങളിലും ഉണ്ടായിരുന്ന വെള്ളം പോലും രക്തമായി മാറി. എന്നാൽ ഈജിപ്തിലെ മന്ത്രവാദികളും അതേ അത്ഭുതം ആവർത്തിച്ചു. മോശയുടെ വാക്ക് ഫറോൻ ചെവി. അയാൾ പിന്തിരി തന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. കുടിവെള്ളത്തിനായി ഈജിപ്ത് ശുദ്ധ തേടി നദീതീരങ്ങളിൽ കുഴി. 7 ദിവസം വെള്ളം രക്തമായി തന്നെ തുടർന്നു.
7 ദിവസത്തിനു ശേഷം യഹോവ മോശയെ വീണ്ടും ഫറവോന്റെ അടുക്കലേക്ക് മറ്റൊരു മുന്നറിയിപ്പ് സന്ദേശവുമായി അയച്ചു. ഫറവോന്റെ അടുക്കൽ നീ ഇങ്ങനെ പറയണം: കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനം എന്നെ സേവിക്കേണ്ടതിന് അവരെ വിട്ടേക്കുക. എന്നാൽ നീ വിസമ്മതിച്ചാൽ ഞാൻ നിന്റെ ദേശത്ത് തവളകളെക്കൊണ്ട് നിറയ്ക്കും. അവ നിന്റെ വീട്ടിലും നിന്റെ കിടപ്പുമുറിയിലും നിന്റെ കിടക്കയിലും നിന്റെ ദാസന്മാരുടെ വീടുകളിലും നിന്റെ അടുപ്പുകളിലും ഭക്ഷണമുണ്ടാക്കുന്ന പാത്രങ്ങളിലും പ്രവേശിക്കും. തവളകൾ നിന്റെ മേലും നിന്റെ ജനത്തിന്റെ മേലും നിന്റെ എല്ലാ ദാസന്മാരുടെ മേലും വരും. അഹറോൻ ഈജിപ്തിലെ വെള്ളത്തിന്മേൽ കൈനീട്ടി വെള്ളം അലയരക്കി തവളകൾ തിരമാല പോലെ ഉയർന്നുവന്നു. ദൈവം പറഞ്ഞപോലെ തന്നെ അവ ദേശത്ത് വ്യാപിച്ചു. തവളകളെക്കൊണ്ട് ആൾക്കാർ പൊരുതിമുട്ടി. എന്നാൽ വീണ്ടും ഈജിപ്തിലെ മന്ത്രവാദികളും അവരുടെ മാറിമുണ്ട് തവളകളെ വരുത്തി. എന്നിൽ നിന്നും എന്റെ ജനത്തിൽ നിന്നും തവളകളെ നീക്കിക്കളയാൻ കർത്താവിനോട് അപേക്ഷിക്കുക. അപ്പോൾ ഞാൻ ജനങ്ങളെ യഹോവയ്ക്ക് ബലിയർപ്പിക്കാൻ വിട്ടേക്കും. മോശ യഹോവയോട് നിലവിളിച്ചു. ദേശമെമ്പാടും തവളകൾ ചത്തു കൂമ്പാരമായി കൂടി. അവിടമെല്ലാം ദുർഗന്ധം പരന്നു. എന്നാൽ തവളകൾ പോയി എന്ന് ഫറവോൻ കണ്ടപ്പോൾ അവൻ തന്റെ ഹൃദയം കഠിനമാക്കി ആളുകളെ വിട്ടേക്കാൻ വിസമ്മതിച്ചു. അപ്പോൾ യഹോവ മോശയോട് പറഞ്ഞു, അഹറോനോട് തന്റെ വടി നീട്ടി ദേശത്തിലെ പൊടിയിലടിക്കാൻ പറയുക. അങ്ങനെ അത് ഈജിപ്ത് ദേശത്താകെ പേനായിത്തീരും. അഹറോന്റെ വടി പൊടിയിൽ തൊട്ടപ്പോൾ ഭൂമിയൊന്നിലകി. പെട്ടെന്ന് ചെറിയ പ്രാണികൾ കൂട്ടമായി മുകളിലേക്ക് പൊങ്ങി മനുഷ്യനെയും മൃഗത്തെയും ഒരുപോലെ മൂടി. ദേശത്തുടനീളമുള്ള എല്ലാ പൊടിയും പേനായി മാറി. ഫറവോന്റെ മന്ത്രവാദികൾ ആ അടയാളം പകർത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. അവർ പറഞ്ഞു, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാകുന്നു. എന്നിട്ടും ഫറവോന്റെ ഹൃദയം കഠിനമായി തന്നെ തുടർന്നു. വീണ്ടും മോശയിലൂടെ കർത്താവ് ഫറവോനു മറ്റൊരു മുന്നറിയിപ്പ് നൽകി. നീ എന്റെ ജനത്തെ വിട്ടയച്ചില്ലെങ്കിൽ ഞാൻ നിന്റെയും നിന്റെ ദാസന്മാരുടെയും മേൽ ഈച്ചകളുടെ കൂട്ടങ്ങളെ അയക്കും. നിന്റെ വീടുകൾ ഈച്ചകളെക്കൊണ്ട് നിറയും. എന്നാൽ എന്റെ ജനം വസിക്കുന്ന ഗോഷൻ ദേശം ഞാൻ വേർതിരിക്കും. അവിടെ ഈച്ചകളെ കാണുകയില്ല. കർത്താവായ ഞാൻ ദേശത്തുണ്ടെന്ന് നിങ്ങൾ അറിയും. മുന്നറിയിപ്പ് നൽകിയതുപോലെ ഈച്ചകളുടെ കൂട്ടം ഈജിപ്തിനെ ആക്രമിച്ചു. പോകൂ, നിങ്ങളുടെ ദൈവത്തിന് ബലിയർപ്പിക്കുക. പക്ഷേ അതിവിടെ ഈ ദേശത്ത് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. കാരണം ഞങ്ങൾ ഈജിപ്തുകാർക്ക് വെറുപ്പുള്ളതിനെയാണ് ബലിയർപ്പിക്കുന്നത്. അവരുടെ കൺമുമ്പിൽ ഇതു ചെയ്താൽ അവർ ഞങ്ങളെ കല്ലെറിയില്ലേ? അവൻ ഞങ്ങളോട് കൽപ്പിക്കുന്നതുപോലെ മരുഭൂമിയിൽ കൂടി 3 ദിവസം യാത്ര ചെയ്തു ചെന്ന് ദൈവമായ യഹോവയ്ക്ക് ബലിയർപ്പിക്കണം. ശരി, പോയിക്കൊള്ളൂ. പക്ഷേ ആദ്യം ഈ ഈച്ചകളെ നീക്കാൻ വേണ്ടി നിങ്ങളുടെ ദൈവത്തോട് പറയൂ. മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവൻ ഈച്ചകളെ നീക്കം ചെയ്തു. ഒന്നുപോലും അവിടെ അവശേഷിച്ചില്ല. എന്നാൽ ഫറവോൻ വീണ്ടും തന്റെ ഹൃദയം കഠിനമാക്കി ജനങ്ങളെ പോകാൻ അനുവദിച്ചില്ല. നീ ചെന്ന് ഫറവോനോട് പറയുക, എന്റെ ജനത്തെ എന്നെ സേവിക്കാൻ വിട്ടേക്കുക. നീ വിസമ്മതിച്ചാൽ യഹോവയുടെ കൈ നിന്റെ കന്നുകാലികളെ ബാധിക്കും. എന്നാൽ ഇസ്രായേലരുടെ കന്നുകാലികൾ ഒന്നും മരിക്കുകയില്ല. എന്റെ ജനത്തിനും നിങ്ങളുടെ ജനത്തിനുമിടയിൽ ഞാനൊരു വ്യത്യാസം വരുത്തും. പിറ്റേന്ന് ദൈവം കൽപ്പിച്ച ആ ബാധ വന്നു. ഈജിപ്തുകാരുടെ കന്നുകാലികൾ വയലുകളിൽ ചത്തുവീണു. പക്ഷേ ഇസ്രായേലിലെ ഒരു മൃഗത്തിനും പോലും പരിക്കേറ്റില്ല. ഫറവോൻ തന്റെ ആൾക്കാരെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി അയച്ചു. ഇസ്രായേലരുടെ ഒരു മൃഗം പോലും ചത്തിട്ടില്ലെന്ന് അവർ കണ്ടെത്തി. പക്ഷേ ഫറവോന്റെ ഹൃദയം കഠിനമായി തന്നെ തുടർന്നു. അപ്പോൾ കർത്താവ് ഒരു പുതിയ നിർദ്ദേശം നൽകി. ഒരു ചൂളയിൽ നിന്ന് ഒരു പിടി ചാരമെടുക്കുക. മോശെ അത് ഫറവോന്റെ മുമ്പാകെ ആകാശത്തേക്ക് വിതർത്തി. മോശെ അങ്ങനെ ചെയ്തു. ചാരം നേർത്ത പൊടിയായി മാറി ഈജിപ്തിലൂടെ നീളം പടർന്നു. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ വേദനാജനകമായ പരുക്കൾ പൊട്ടിപ്പുറപ്പെട്ടു. ഒരു കാരണവുമില്ല. മന്ത്രവാദികൾക്ക് പോലും മോശയുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ടും ഫറവോൻ വഴങ്ങിയില്ല. കർത്താവ് മുന്നറിയിപ്പ് നൽകിയതുപോലെ അവൻ തന്റെ ഹൃദയം കൂടുതൽ കഠിനമാക്കി. പിന്നെ കർത്താവ് മറ്റൊരു സന്ദേശം അയച്ചു. നീ അതിരാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുമ്പാകെ നിന്നുകൊണ്ട് പറയേണ്ടത്, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനത്തെ വിട്ടേക്കുക. ഭൂമിയിലെല്ലാം എന്നെപ്പോലെ ഒരുത്തനുമില്ല എന്ന് നീ അറിയേണ്ടത് നാളെ
ഈജിപ്റ്റ് ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര ശക്തമായ കൽമഴ ഞാൻ പെയ്യിക്കും. ഇപ്പോൾ ആളയച്ച് നിങ്ങളുടെ കന്നുകാലികളെ കൂട്ടിൽ കൊണ്ടുവരിക. വയലിൽ ശേഷിക്കുന്ന എല്ലാ മനുഷ്യരും മൃഗങ്ങളും മരിക്കും. ഫറവോന്റെ ദാസന്മാരിൽ ചിലർ കർത്താവിന്റെ വചനത്തെ ഭയന്ന് അവരുടെ മൃഗങ്ങളെ അകത്താക്കി. എന്നാൽ മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ തങ്ങളുടെ മൃഗങ്ങളെ പുറത്തുപേക്ഷിച്ചു. നിശ്ചയിച്ച സമയത്ത് മോശ തന്റെ വടി ആകാശത്തേക്ക് നീട്ടി. കർത്താവ് ആകാശത്തെ ഇടിമുഴക്കവും ആലിപ്പഴ തീയുമയച്ചു. കൊടുങ്കാറ്റാഞ്ഞടിച്ചു. ആലിപ്പഴം തീയുമായി കലർന്ന് വയലുകളിലെ എല്ലാം നശിപ്പിച്ചു. മരങ്ങൾ തകർന്നു, വിളകൾ നശിച്ചു, മനുഷ്യനും മൃഗവും നശിച്ചു. എന്നാൽ ദൈവജനം താമസിച്ചിരുന്ന ഗോഷനിൽ ആലിപ്പഴം പെയ്തില്ല. ഇത്തവണ ഞാൻ പാപം ചെയ്തു. കർത്താവ് നീതിമാനാണ്. എന്റെ ജനവും ഞാനും ദുഷ്ടരാണ്. ഈ ഇടിയും കന്മഴയും നിർത്താൻ കർത്താവിനോട് അപേക്ഷിക്കുക. ഞാൻ നഗരം വിട്ടാലുടൻ എന്റെ കൈകൾ കർത്താവിലേക്ക് നീട്ടും. ഇടിമുഴക്കം നിലയ്ക്കും. ഇനി ആലിപ്പഴമുണ്ടാകില്ല. പക്ഷേ നിങ്ങളിപ്പോഴും കർത്താവായ ദൈവത്തെ ഭയപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം. മോശ പുറത്തുപോയി പ്രാർത്ഥിച്ചു. കൊടുംകാറ്റ് നിലച്ചു. മഴ നിന്നു. ആകാശം തെളിഞ്ഞു. അപകടം കടന്നുപോയതായി ഫറവോൻ കണ്ടു. വീണ്ടും അവൻ തന്റെ ഹൃദയം കഠിനമാക്കി. അവനും അവന്റെ ദാസന്മാരും ധിക്കാരികളായി തുടർന്നു. അപ്പോൾ യഹോവ വീണ്ടും സംസാരിച്ചു. ഫറവോന്റെ അടുക്കൽ പോകൂ. എന്റെ അടയാളങ്ങൾ അവന്റെ മുൻപാകെ കാണിക്കേണ്ടതിന് ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു. ഞാൻ യഹോവയാണെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ അവന്റെ ഹൃദയത്തെ കഠിനമാക്കിയിരിക്കുന്നു. മോശയും അഹറോനും ഒരിക്കൽ കൂടി ഫറവോന്റെ അടുക്കൽ വന്നു. എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: എന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്താൻ നീ എത്രത്തോളം വിസമ്മതിക്കും? എന്നെ സേവിക്കേണ്ടതിനെ എന്റെ ജനത്തെ വിട്ടേക്കുക. നീ വിസമ്മതിച്ചാൽ നാളെ ഞാൻ വെട്ടുകിളികളെ നിന്റെ ദേശത്തേക്ക് വരുത്തും. ആരും നിലം കാണാത്ത വിധം അവ ഭൂമിയെ മൂടും. കന്മഴയിൽ അവശേഷിപ്പിച്ചതെല്ലാം വയലിൽ വളരുന്ന വൃക്ഷങ്ങൾ പോലും അവ തിന്നുകളയും. ഇതുകേട്ട് ഫറവോന്റെ ഉപദേഷ്ടാക്കൾ ഞെട്ടിപ്പോയി. അവർ ഫറവോനോട് പറഞ്ഞു, ഈ മനുഷ്യൻ എത്രത്തോളം നമുക്കൊരു കെണിയായിരിക്കും. അവരുടെ ദൈവമായ യഹോവയെ സേവിക്കേണ്ടതിനെ അവരെ വിട്ടേക്കുക. ഈജിപ്റ്റ് നശിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഫറവോൻ മോശയും അഹരോനെയും വീണ്ടും വിളിച്ചു. പോയി നിങ്ങളുടെ ദൈവമായ യഹോവയെ സേവിക്കുവിൻ. എന്നാൽ ആരൊക്കെയാണ് പോകുന്നത്? ഞങ്ങളെല്ലാവരും, ചെറുപ്പക്കാരും വൃദ്ധരും കുഞ്ഞുങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും എല്ലാം. കാരണം ഞങ്ങൾക്ക് യഹോവയ്ക്കൊരു ഉത്സവം നടത്തണം. ഫറവോൻ പുരുഷന്മാരെ മാത്രമേ പോകാൻ അനുവദിക്കുകയുള്ളൂന്ന് പറഞ്ഞു. അവരെ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ യഹോവ മോശയോട്, ഈ വെട്ടുകിളികൾക്കായി ഈജിപ്ത് ദേശത്തിന്മേൽ നിന്റെ കൈ നീട്ടുക എന്ന് പറഞ്ഞു. രാത്രി മുഴുവൻ ഒരു കിഴക്കൻ കാറ്റ് വീശി. രാവിലെ ആയപ്പോഴേക്കും വെട്ടുകിളികൾ ദേശത്ത് നിറഞ്ഞു. ആലിപ്പഴം ശേഷിപ്പിച്ച എല്ലാ പച്ചപ്പിനെയും അവ തിന്നുകളഞ്ഞു. നിന്റെ ദൈവമായ യഹോവയോടും നിന്നോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ദയവായി എന്റെ പാപം ക്ഷമിക്കണമേ. ഈ ഒരു പ്രാവശ്യം മാത്രം ഈ മരണം എന്നിൽ നിന്ന് എടുത്തുകളയാൻ കർത്താവിനോട് അപേക്ഷിക്കണമേ. മോശ പ്രാർത്ഥിച്ചു. യഹോവ ശക്തമായൊരു പടിഞ്ഞാറൻ കാറ്റയച്ചു. അതെല്ലാ വെട്ടുകിളികളെയും ചെങ്കടലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഫറവോന്റെ ഹൃദയം വീണ്ടും കഠിനമായി. അപ്പോൾ കർത്താവ് ഇങ്ങനെ കൽപ്പിച്ചു: ഈജിപ്ത് ദേശത്തിനു മുകളിൽ ഇരുട്ടുണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക. മോശ തന്റെ കൈ ഉയർത്തി. 3 ദിവസത്തേക്ക് ഈജിപ്തിൽ കനത്ത ഇരുട്ട് വീണു. ആർക്കും പരസ്പരം കാണാൻ കഴിഞ്ഞില്ല. ആരും തങ്ങളുടെ സ്ഥലത്തു നിന്ന് അനങ്ങിയില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾക്കെല്ലാം അവരുടെ വീടുകളിൽ വെളിച്ചമുണ്ടായിരുന്നു. പോയി കർത്താവിനെ സേവിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോടൊപ്പം പോകട്ടെ. എന്നാൽ നിങ്ങളുടെ ആടുകളും കന്നുകാലികളും ഇവിടെ തന്നെ നിൽക്കണം. ഞങ്ങളുടെ മൃഗങ്ങളും ഞങ്ങളോടുകൂടെ പോരേണം. ഒരു കുളമ്പുപോലും പിൻപിൽ ശേഷിച്ചുകൂടാ. ഞങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കേണ്ടതിന് അതിൽ നിന്നാണ് ഞങ്ങൾ എടുക്കേണ്ടത്. ഏതിനെ അർപ്പിച്ച് യഹോവയെ ആരാധിക്കണമെന്ന് അവിടെ എത്തുവോളം ഞങ്ങൾ അറിയുന്നില്ല. കർത്താവ് വീണ്ടും ഫറവോന്റെ ഹൃദയം കഠിനമാക്കി. അവൻ വിസമ്മതിച്ചു. എന്നെ വിട്ടുപോകൂ. സൂക്ഷിക്കുക. ഇനി നീ എന്റെ മുഖം കാണില്ല. എന്റെ മുഖം കാണുന്ന ദിവസം നീ മരിക്കും. വീണ്ടും കർത്താവ് മോശയ്ക്ക് ഒരു അന്തിമ സന്ദേശം നൽകി.
ഞാൻ ഫറവോന്റെയും ഈജിപ്തിന്റെയും മേൽ ഒരു ബാധ കൂടി വരുത്തും. അതിനുശേഷം അവൻ നിങ്ങളെ ഇവിടെ നിന്ന് വിട്ടേക്കും. മോശ അവസാനമായി ഫറവോന്റെ മുമ്പാകെ നിന്നു ദൈവത്തിന്റെ ഭയാനകമായ സന്ദേശമറിയിച്ചു. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അർദ്ധരാത്രിയിൽ ഞാൻ ഈജിപ്തിന്റെ നടുവിലേക്ക് പോകും. ഈജിപ്ത് ദേശത്തിലെ എല്ലാ കടിഞ്ഞൂലുകളും മരിക്കും. സിംഹാസനത്തിലിരിക്കുന്ന ഫറവോന്റെ ആദിജാതൻ മുതൽ ദാസിയുടെ ആദിജാതൻ വരെയും, മൃഗങ്ങളുടെ എല്ലാ കടിഞ്ഞൂലുകളും വരെ. അപ്പോൾ മിസ്രയീം ദേശത്തെങ്ങും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ ഒരു വലിയ നിലവിളിയുണ്ടാകും. എന്നാൽ യഹോവ ഇസ്രായേമർക്കും ഇസ്രായേലിനും മധ്യേ വ്യത്യാസം വരുത്തുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതെന്നും ഇസ്രായേൽ മക്കൾക്കെതിരെ ഒന്നും സംഭവിക്കില്ല. നിന്റെ ഈ സകല ദാസന്മാരും എന്റെ അടുക്കൽ വന്ന് നീയും നിന്നെ അനുഗമിക്കുന്ന സകല ജനവും കൂടെ പുറത്തുപോക എന്ന് പറഞ്ഞു എന്നെ വണങ്ങേണം. അതിനുശേഷം ഞാൻ പുറപ്പെടും. അപ്പോൾ മോശ ഉഗ്രകോപത്തോടെ ഫറവോന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു. ന്യായവിധിയുടെ രാത്രി അടുത്തു വന്നപ്പോൾ ദൈവം മോശയോടും അഹറോനോടും സംസാരിച്ചു. ഇത് ഇസ്രായേലിന്റെ മാസങ്ങളുടെ ആരംഭം കുറിക്കുമെന്ന് പ്രഖ്യാപിച്ചു. 10-ാം ദിവസം എല്ലാ കുടുംബങ്ങളും കളങ്കമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് 14-ാം ദിവസം വരെ സൂക്ഷിക്കുകയും പിന്നീട് സന്ധ്യാസമയത്ത് അതിനെ കൊല്ലുകയും വേണം. ആട്ടിൻകുട്ടിയുടെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് അവരുടെ വീടുകളുടെ വാതിലിന്റെ കട്ടളക്കാലുകളിലും കുറുമ്പടികളിലും പുരട്ടണം. ആ രാത്രിയിൽ അവർ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുമ്പോൾ തന്നെ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം. കയ്പുചീരയോടുകൂടെ അത് തിന്നേണം. അത് കർത്താവിന്റെ പെസഹയായിരുന്നു. സംഹാരദൂതൻ മനുഷ്യരുടെയും മുഖങ്ങളുടെയും ആദിജാതന്മാരെ സംഹരിച്ചുകൊണ്ട് ഈജിപ്തിലൂടെ കടന്നുപോകുമെന്ന് ദൈവം മുന്നറിയിപ്പ് നൽകി. എന്നാൽ രക്തം കാണുമ്പോൾ അവൻ ആ വീടിന്റെ അരികിലൂടെ കടന്നുപോകും, അവിടുത്തെ നിവാസികളെ ഒഴിവാക്കും. ഈ പ്രവൃത്തി എല്ലാ തലമുറകളും ആചരിക്കേണ്ട ഒരു ശാശ്വത സ്മാരകമായി മാറും. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. 7 ദിവസത്തേക്ക് അവർ പുളിപ്പില്ലാത്ത അപ്പം മാത്രം കഴിക്കണമായിരുന്നു. 1-ാമത്തെയും 7-ാമത്തെയും ദിവസങ്ങൾ വിശുദ്ധ സഭായോഗമുണ്ടാകണം. അന്ന് അവരവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഒരുക്കുകയല്ലാതെ ഒരു വേലയും ചെയ്യരുത് എന്ന് ദൈവം കൽപ്പിച്ചു. പിന്നെ മോശ ഇസ്രായേൽ മൂപ്പന്മാരെ വിളിച്ച് ആടുകളെ ഒരുക്കാനും ഈസോപ്പ് ഉപയോഗിച്ച് രക്തം കൊണ്ട് വാതിലുകൾ അടയാളപ്പെടുത്താനും രാവിലെ വരെ വീടിനുള്ളിൽ തന്നെ ഇരിക്കാനും നിർദ്ദേശിച്ചു. ആ രാത്രിയിൽ നിരാശയോടെ ഫർവോൻ മോശ ഹരോനെയും വിളിച്ചു. നിങ്ങളും ഇസ്രായേൽ മക്കളും എന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോകുവിൻ. നിങ്ങൾ പറഞ്ഞതുപോലെ പോയി കർത്താവിനെ സേവിക്കുവിൻ. നിങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൊണ്ടുപോയിക്കൊള്ളൂ. എന്നെയും അനുഗ്രഹിക്കുവിൻ. ഈജിപ്തുകാർ അവരെ വേഗത്തിൽ ദേശം വിട്ടുപോകാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ പ്രഭാതത്തിന്റെ ആദ്യ വെളിച്ചം ഈജിപ്തു ദേശത്ത് സ്പർശിച്ചപ്പോൾ ഇസ്രായേലിയർ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും വളരെ കാലമായി കാത്തിരുന്ന അവരുടെ യാത്ര ആരംഭിച്ചു. അടിമകളായിട്ടല്ല, സ്വതന്ത്രരായ ഒരു ജനതയായി അവർ നടന്നു. ദൈവം അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടേയുള്ളൂ. ഈജിപ്തിനെ ബാധിച്ച 10 ബാധകളുടെ കഥ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചു മാത്രമല്ല, ധാർഷ്ട്യമുള്ള ഹൃദയത്തിന്റെ അപകടത്തെക്കുറിച്ചുകൂടിയാണ് സൂചിപ്പിക്കുന്നത്. ഫറവോന്റെ അഹങ്കാരവും ദൈവനിന്ദയും അയാളെ മാത്രമല്ല, അയാളുടെ കീഴിലുണ്ടായിരുന്ന ഒരു ജനതയെ മുഴുവൻ ബാധിച്ചു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ശരിയായത് അവഗണിക്കുമ്പോൾ, അഹങ്കാരത്താൽ സത്യത്തെ മറയ്ക്കുമ്പോൾ നമുക്ക് ബാധ നേരിടേണ്ടി വരില്ലായിരിക്കാം. പക്ഷേ അതിന്റെ അനന്തരഫലങ്ങൾ തീർച്ചയായും നേരിടേണ്ടി വരും. എളിമയോടെ നടക്കാനും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനും അഹങ്കാരത്തിനു പകരം അനുസരണം തിരഞ്ഞെടുക്കാനും ഈ കത്ത് നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. കാരണം യഥാർത്ഥ സ്വാതന്ത്ര്യം ആരംഭിക്കുന്നത് ദൈവത്തിനു മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്ന ഒരു ഹൃദയത്തിൽ നിന്നാണ്. ഇസ്രയേലിയർ ഈജിപ്തിൽ നിന്നും പുറത്തു കടന്നപ്പോൾ ദൈവം അവർക്ക് ഒരു കൽപ്പന കൂടി നൽകി. അവരുടെ പെസഹ ആചരണത്തിന്റെ തുടർച്ചയായിരുന്നു അത്. കർത്താവ് മോശയോട് പറഞ്ഞു, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ മനുഷ്യരിലും വൃദ്ധങ്ങളിലും കടിഞ്ഞൂലായി പിറക്കുന്നതിനെയൊക്കെയും എനിക്കായി ശുദ്ധീകരിക്കുക. അതെനിക്കുള്ളതാകുന്നു. അപ്പോൾ മോശെ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ അടിമവീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടുപോന്ന ഈ ദിവസത്തെ ഓർത്തുകൊള്ളുവിൻ. യഹോവ ബലമുള്ള കൈകൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. അതുകൊണ്ട് പുളിപ്പുള്ള അപ്പം തിന്നരുത്. ആബീബ് മാസം ഈ തീയതി നിങ്ങൾ അടിമത്വത്തിൽ നിന്ന് പുറപ്പെട്ടു പോന്നു.
യഹോവ നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതും പാലും തേനും ഒഴുകുന്നതുമായ കനാൻ ദേശത്തേക്ക് നിങ്ങൾ എത്തിച്ചേർന്ന ശേഷം ഈ മാസത്തിന് യഹോവയ്ക്കായി ഈ കർമ്മം ആചരിക്കണം. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 7-ാം ദിവസം യഹോവയ്ക്കൊരു ഉത്സവമായിരിക്കണം. ദൈവം അവനെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച ദിവസം ഭാവി തലമുറകൾക്ക് ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടി ആണ്ടുതോറും നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിങ്ങൾ ഈ ചട്ടം ആചരിക്കണം. ആ ദിവസം നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ പറയുക, ഞാൻ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ യഹോവ എനിക്കു വേണ്ടി ചെയ്ത കാര്യങ്ങൾ നിമിത്തം ഞാനിത് ചെയ്യുന്നു. പിന്നെ യഹോവ മറ്റൊരു കൽപ്പന കൊടുത്തു. ആണായി പിറന്ന എല്ലാ പഴിഞ്ഞൂലിനെയും, അത് മക്കളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും, അവയെ എനിക്കായി വേർതിരിക്കണം. ഒരു മൃഗമാണെങ്കിൽ അതിനെ ബലിയർപ്പിക്കണം, അല്ലെങ്കിൽ ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിച്ച് അവനെ വീണ്ടെടുക്കണം. മകനാണെങ്കിൽ അവനെയും കുഞ്ഞാടിനാൽ വീണ്ടെടുക്കണം. പെസഹാവേളയിൽ ഞാൻ നിങ്ങളുടെ മക്കളെ രക്ഷിച്ചതെങ്ങനെയെന്ന് നിങ്ങൾ ഓർക്കുന്നു എന്നതിൻ്റെ അടയാളമാണിത്. ഈജിപ്തിൽ എല്ലാ ഈജിപ്ഷ്യൻ കുടുംബങ്ങളിലെയും ആദ്യജാതന്മാർ അവസാനത്തെ ബാധയിൽ മരിച്ചു. എന്നാൽ ദൈവം ഇസ്രയേലിയരുടെ ആദ്യജാതന്മാരെ രക്ഷിച്ചു. അതിനാൽ ഇപ്പോൾ ഇസ്രയേലിയർ തങ്ങളെ ആദ്യജാതന്മാരെ ദൈവത്തിന് തിരികെ നൽകും. മനുഷ്യക്കുട്ടികളെ ബലിയർപ്പിച്ചുകൊണ്ടല്ല, അവരെ യാഗങ്ങളാൽ വീണ്ടെടുക്കാം. മറിച്ച് ദൈവത്തിന്റെ ഉടമസ്ഥതയും കരുണയും അംഗീകരിച്ചുകൊണ്ട്. ഒടുവിൽ ഫറവോൻ ഇസ്രയേലിയരെ വിട്ടയച്ചപ്പോൾ ഫിലിസ്തീ ദേശത്തുകൂടിയുള്ള വഴി പോയാൽ അവർക്ക് കനാൻ ദേശത്ത് വേഗം എത്താമായിരുന്നു. എങ്കിലും ദൈവം അവരെ അതുവഴി നയിച്ചില്ല. യുദ്ധം നേരിടേണ്ടി വന്നാൽ അവർ മനസ്സുമാറ്റി ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകുമെന്ന് അദ്ദേഹം വിചാരിച്ചു. അങ്ങനെ അവൻ അവരെ ചെങ്കടലിലേക്കുള്ള മരുഭൂമിയിലൂടെ ചുറ്റി നടത്തി. ഇസ്രയേൽ മക്കൾ മിസ്രയീം ദേശത്തുനിന്നും യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. മോശെ യോസേഫിന്റെ അസ്ഥികളും എടുത്തുകൊണ്ടുപോന്നു. ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. അപ്പോൾ എന്റെ അസ്ഥികളും നിങ്ങൾ ഇവിടെ നിന്നും എടുത്തുകൊണ്ടു പോകണമെന്ന് യോസേഫ് ഇസ്രയേൽ മക്കളെക്കൊണ്ട് നേരത്തെ സത്യം ചെയ്യിച്ചിരുന്നു. അവർ സുഖത്തിൽ നിന്നും യാത്ര പുറപ്പെട്ട് മരുഭൂമിക്കരികെ ഏതാമിൽ പാളയമിറങ്ങി. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും അവരെ യാത്രയിലുടനീളം തുടർച്ചയായി വഴി കാണിച്ചുകൊണ്ടിരുന്നു. യഹോവ പിന്നെയും മോശയോട് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് മിഗ്ഡോളിനും കടലിനും മധ്യേ ബാൽസെഫോ സമീപത്തുള്ള പീഹാഹിരോത്തിനരികെ പാളയമിറങ്ങണമെന്ന് ഇസ്രായേൽ മക്കളോട് പറ. അതിന്റെ സമീപത്ത് സമുദ്രത്തിനരികെ നിങ്ങൾ പാളയമിറങ്ങണം. എന്നാൽ അവർ ദേശത്തുഴരുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറഞ്ഞു. ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും. ഞാൻ യഹോവയാകുന്നു എന്നു മിസ്രയീമർ അറിയേണ്ടതിന് ഫറവോനിലും അവന്റെ സകല സൈന്യങ്ങളിലും ഞാൻ എന്നെത്തന്നെ മഹത്വപ്പെടുത്തും. ഇസ്രയേൽ ജനം കടൽക്കരയിൽ പാളയമിറങ്ങിയപ്പോൾ ഫറവോന്റെ മനസ്സുമാറി. അവൻ തന്റെ ഏറ്റവും മികച്ച 600 രഥങ്ങളെയും ഈജിപ്തിലെ മറ്റെല്ലാ രഥങ്ങളെയും അവയ്ക്കു വേണ്ടുന്ന തേരാളികളെയും പടജനത്തെയും അവരെ പിന്തുടരുവാൻ വേണ്ടി വിളിച്ചു. ഫറവോൻ അടുത്തുവരുമ്പോൾ ഇസ്രയേൽ മക്കൾ തലയുയർത്തി. മിസ്രയേമിയർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട് പറഞ്ഞു, മിസ്രയീമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നത്? നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് എന്താണീ ചെയ്തിരിക്കുന്നത്? മിസ്രയീമിയർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണമെന്ന് ഞങ്ങൾ മിസ്രയീമിൽ വച്ച് നിന്നോട് പറഞ്ഞതല്ലേ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമിയർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത്. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്നും നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്നതായ ആ രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. അപ്പോൾ യഹോവ മോശെയോട് അരുളി ചെയ്തത്, നീ എന്തിനാണ് എന്നോട് നിലവിളിക്കുന്നത്? ഇസ്രയേൽ മക്കളോട് നീ മുന്നോട്ടു പോകാൻ പറ. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാവിക്ക. ഇസ്രയേൽ മക്കൾ കടലിനു നടുവേ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോകും. എന്നാൽ ഞാൻ മിസ്രയീമിയരുടെ ഹൃദയത്തെ കഠിനമാക്കും. അവർ നിങ്ങളുടെ പിന്നാലെ വരും. ഞാൻ ഫറവോനിലും അവന്റെ സകല സൈന്യത്തിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും.
അങ്ങനെ ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രയീമിയർ അറിയും. അനന്തരം ഇസ്രായേലരുടെ സൈന്യത്തിനു മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്നും മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്നും മാറി അവരുടെ പിൻപിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേലിയരുടെ സൈന്യവും തമ്മിലടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർ അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു. ഇസ്രായേലിയർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. മോശ കടലിന്മേൽ കൈനീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. മിസ്രയീമ്യർ പിന്തുടർന്നു. ഫറവോന്റെ കുതിരയെയും രഥങ്ങളും കുതിരപ്പടയുമെല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്നും മിസ്രൈമിയ സൈന്യത്തെ നോക്കി മിസ്രൈമിയ സൈന്യത്തെ താറുമാറാക്കി. അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രൈമിയർ, നാം ഇസ്രയേലിനെ വിട്ട് ഓടിപ്പോവുക, യഹോവ അവർക്കുവേണ്ടി മിസ്രൈമിയരോട് യുദ്ധം ചെയ്യുന്നു എന്നു പറഞ്ഞു. അപ്പോൾ യഹോവ മോശെയോട് കൽപ്പിച്ചു, വെള്ളം മിസ്രൈമിയരുടെ മേലും അവരുടെ രഥങ്ങളിൽ മേലും കുതിരപ്പടയുടെ മേലും മടങ്ങി വരേണ്ടതിന് കടലിന്മേൽ നിന്റെ കൈ നീട്ടുക. മോശ കടലിന്മേൽ കൈനീട്ടി. പുലർച്ചയ്ക്ക് കടൽ അതിന്റെ സ്ഥിതിയിലേക്ക് മടങ്ങിവന്നു. മിസ്രൈമിയർ അതിന് എതിരായി ഓടി. യഹോവ മിസ്രൈമിയരെ കടലിന് നടുവിൽ തള്ളിയിട്ടു. വെള്ളം മടങ്ങിവന്നു. അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന ജന്തങ്ങളെയും കുതിരപ്പടയെയും ഫറവോന്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു. അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുകെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേലരെ മിസ്രൈമിയരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു. മിസ്രൈമിയർ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രായേലിയർ കാണുകയും ചെയ്തു. യഹോവ മിസ്രയീമ്യരിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേലിയാർ കണ്ടു. ജനം യഹോവയെ ഭയപ്പെട്ടു. യഹോവയിലും അവന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. അനന്തരം മോശയും ഇസ്രയേൽ മക്കളും യഹോവയ്ക്കൊരു ഗാനമാലപിച്ചു. മോശയുടെ സഹോദരി മിരിയാം പ്രവാചകി തപ്പെടുത്ത് യഹോവയെ സ്തുതിച്ചു. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കുതിരയും കുതിരക്കാരനും അവിടുന്ന് കടലിലെറിഞ്ഞു. കർത്താവിന്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായിരിക്കുന്നു. അവിടുന്നാണെന്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടുന്നാണെന്റെ പിതാവിന്റെ ദൈവം, ഞാൻ അവിടുത്തെ കീർത്തിക്കും. കർത്താവ് യോദ്ധാവാകുന്നു. കർത്താവെന്നാകുന്നു അവിടുത്തെ നാമം. ഫറവോയുടെ രഥങ്ങളെയും സൈന്യത്തെയും അവിടുന്ന് കടന്നി. അവന്റെ ധീരരായ സൈനാധിപർ ചെങ്കടലിൽ മുങ്ങി മരിച്ചു. ആഴമേറിയ ജലം അവരെ കൂടി. അഗാധതയിലേക്ക് കല്ലുപോലെ അവർ താണു. അനന്തരം മോശെ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്നും പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. അവർ മാറയിലെത്തിയപ്പോൾ മാറയിലെ വെള്ളം കൈക്കുള്ളതായതിനാൽ അവർക്കത് കുടിപ്പാൻ കഴിഞ്ഞില്ല. അത് കൈക്കുള്ളതായിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ ജനം ഞങ്ങൾ എന്തു കുടിക്കുമെന്നു പറഞ്ഞ് മോശയുടെ നേരെ പെറുപെറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അതിന്റെ ഒരു കമ്പ് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. പിന്നെ അവർ ഏലീമിലെത്തി. അവിടെ 12 നീരുറവയും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നു. അവരവിടെ വെള്ളത്തിനരികെ പാളയമിറങ്ങി. ഇസ്രയേലിയാർ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. എന്നാൽ ഏലീമിനും സീനായിക്കും മധ്യയുള്ള സീൻ മരുഭൂമിയിൽ വെച്ച് ആളുകൾ മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുക്കുവാൻ തുടങ്ങി. ഞങ്ങൾ ഈജിപ്തിൽ വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നെങ്കിൽ അവിടെ ഞങ്ങളത് കഴിക്കാൻ മാംസവും അപ്പവും മേലുമുണ്ടായിരുന്നു. നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാനാണോ ഈ മരുഭൂമിയിലേക്ക് പൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? മോശ അവരുടെ പരാതികൾ കേട്ടു.
പക്ഷെ കർത്താവിനും മറ്റൊരു പദ്ധതിയുണ്ടായിരുന്നു. ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും. ഓരോ ദിവസവും ജനം ആ ദിവസത്തേക്ക് വേണ്ടത്ര ശേഖരിക്കണം. 6-ാം ദിവസം മാത്രം അവർ ഇരട്ടി ശേഖരിക്കണം. മോശയും അഹരോനും ജനത്തോട് പറഞ്ഞു, നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് യഹോവയാണെന്ന് വൈകുന്നേരം നിങ്ങൾ അറിയും. രാവിലെ നിങ്ങൾ അവന്റെ മഹത്വം കാണും. ആ വൈകുന്നേരം കാടകൾ വന്ന് പാളയം മൂടി വീണു. വീണുകിടന്ന മഞ്ഞു മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലാവിടവും ചെതുമ്പലിന്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു കുറച്ച് മഞ്ഞുപോലെ നിലത്ത് കിടക്കുന്നത് കണ്ടു. ഇസ്രായേൽ മക്കൾ അത് കണ്ട് ആ വസ്തു എന്താണെന്ന് തമ്മിൽ ചോദിച്ചു. ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരമാകുന്നു. ഓരോരുത്തരും ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിയെടുക്കുക. നിങ്ങൾ ഓരോരുത്തരുടെയും കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിനൊത്തവണ്ണം ആളൊന്നിനെ ഇടങ്ങടി വീതം എടുത്തുകൊള്ളണം എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു. ചിലരേറെയും ചിലർ കുറവും പെറുക്കി. ഇടങ്ങഴി കൊണ്ട് അളന്നപ്പോൾ ഏറെ കുറക്കിയവന് ഏറെയും കുറെ കുറക്കിയവന് കുറവും കണ്ടില്ല. ഓരോരുത്തൻ താൻ ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിയിരുന്നു. പിറ്റന്നാളേക്ക് ആരും ഒട്ടും ശേഷിപ്പിക്കരുതെന്ന് മോശ പറഞ്ഞു. എങ്കിലും ചിലർ മോശയെ അനുസരിക്കാതെ പിറ്റന്നാളത്തേക്ക് കുറെ ശേഷിപ്പിച്ചു. രാവിലെ ആയപ്പോഴേക്കും അത് കേടായി പുഴുപിടിച്ചു. അതിൽ നിന്നും ദുർഗന്ധം ഭവിച്ചു. മോശ അവരോട് കോപിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അവർ രാവിലെ തോറും അവനവനെ ഭക്ഷിക്കാടത്തോളം പെറുക്കും. വെയിൽ മൂക്കുമ്പോൾ അത് ഉരുകിപ്പോകും. എന്നാൽ 6-ാം ദിവസം യഹോവ കൽപ്പിച്ച പോലെ അവർ ആളൊന്നിന് 2 ഇഴങ്ങിനു വീതം ഇരട്ടി ആഹാരം ശേഖരിച്ചു. നാളെ യഹോവയ്ക്ക് വിശുദ്ധമായുള്ള ശാബത്ത് ദിവസമാണ്. നിങ്ങൾ ശേഖരിച്ച ഭക്ഷണത്തിൽ നിന്ന് ചുടുവാനുള്ളത് ചുടുവിൻ, പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്യുവിൻ. ശേഷിക്കുന്നതൊക്കെയും നാളത്തേക്ക് സൂക്ഷിച്ചുവെപ്പിൻ. മോശ കൽപ്പിച്ചതുപോലെ അവരത് പിറ്റന്നാളാക്കി സൂക്ഷിച്ചുവെച്ചു. അത് കേടായതുമില്ല, ഒരു പിടിച്ചുമില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഇന്ന് യഹോവയുടെ ശാബത്ത് ദിവസമായതിനാൽ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ നിന്നുള്ള ആ ഭക്ഷണം വെളിയിൽ കിട്ടുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്നലെ പെറുക്കി സൂക്ഷിച്ചുവെച്ചത് ഇന്ന് കഴിക്കുക. 6 ദിവസം നിങ്ങളത് പെറുക്കണം. ശാബത്തായ 7-ാം ദിവസത്തിലോ അതുണ്ടാവുകയില്ല. എന്നാൽ അവരിൽ ചിലർ മോശ പറഞ്ഞത് കേട്ടില്ല. 7-ാം ദിവസവും അവരത് പെറുക്കുവാൻ ചെന്നു. അവർക്ക് പക്ഷേ ഒന്നും കിട്ടിയില്ല. അപ്പോൾ യഹോവ മോശയോട് പറഞ്ഞു, എന്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും പ്രമാണിപ്പാൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സില്ലാതിരിക്കും? നോക്കുവിൻ, യഹോവ നിങ്ങൾക്ക് ശാബത്ത് തന്നിരിക്കുന്നു. അതുകൊണ്ട് 6-ാം ദിവസം അവൻ നിങ്ങൾക്ക് 2 ദിവസത്തേക്കുള്ള ആഹാരം തരുന്നു. നിങ്ങൾ തന്താങ്ങളുടെ സ്ഥലത്തിരിപ്പീൻ. 7-ാം ദിവസം ആരും തന്റെ സൽഭരിമ പുറപ്പെടരുത്. അങ്ങനെ ജനം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. ഇസ്രയേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമബാലാരി പോലെയും വെള്ളനിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത് രുചിയുള്ളതുമായിരുന്നു. പിന്നെ യഹോവ അവരോട്, ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്തിൽ നിന്നും കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിനും സൂക്ഷിച്ചുവെപ്പാൻ അതിൽ നിന്നും ഒരേടിൽ വഴി നിറച്ചെടുത്ത് സൂക്ഷിച്ചുവെക്കണം എന്നു പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അഹരോൻ അത് യഹോവയുടെ സാക്ഷ്യസന്നിധിയിൽ സൂക്ഷിച്ചുവച്ചു. വാഗ്ദത്തഭൂമിയായ കനാൻ ദേശത്തിന്റെ അതിരിലെത്തുവോളം ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മന്ന ഭക്ഷിച്ചു. ഈജിപ്തിൽ നിന്നും രക്ഷപ്പെട്ടതിനു ശേഷവും ഇസ്രായേലർക്ക് പഠിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു. ദൈവം അവരെ വിടുവിക്കുക മാത്രമല്ല ചെയ്തത്, അവൻ അവരെ പടിപടിയായി നയിച്ചു. തീയും മേഘവും കൊണ്ടവൻ അവരെ നയിച്ചു. അവൻ അവരുടെ മുമ്പിൽ കടൽ തുറന്നു. അവൻ അവർക്ക് ആകാശത്തുനിന്ന് അപ്പവും മരുഭൂമിയിൽ വെള്ളവും നൽകി. ഈ യാത്രക്കിടയിലും അവൻ അവരെ ഒരു കാര്യം പഠിപ്പിച്ചു: അവനിൽ വിശ്വസിക്കുക, ഒരിക്കൽ മാത്രമല്ല, എല്ലാ ദിവസവും. ദൈവം ഇപ്പോഴും നമ്മെ അതേ കരുതലോടെ തന്നെയാണ് അനുദിനം നയിക്കുന്നത്. അത് എല്ലായ്പ്പോഴും അതിമാനുഷികമായ അത്ഭുതങ്ങൾ കൊണ്ടായിരിക്കണമെന്നില്ല, പക്ഷേ തന്റെ അതിരുവുകളില്ലാത്ത സ്നേഹത്താലും കരുതലാലും. മുന്നോട്ടുള്ള വഴി അനിശ്ചസ്തമാകുമ്പോൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ വളരെ വലുതായി തോന്നുമ്പോൾ, കടലിലൂടെ തന്റെ ജനത്തെ നയിച്ച് മരുഭൂമിയിൽ അവരെ പോറ്റിയവനെ വിശ്വസിക്കുക. അവൻ വിശ്വസ്തനാണ്. അവൻ നമുക്കായി എപ്പോഴും സന്നിഹിതനാണ്, സന്നദ്ധനാണ്.